ഹായ് ഉപ്പേരി ഫുഡ് ആൻഡ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നമ്മുടെ ജിഷാദാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ മോൻമ ഹാർബറിലേക്ക് പോവാണ്. ഇപ്പൊ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. നമുക്ക് അവിടെ 5 മണിയാകുമ്പോഴേക്ക് എത്തണം. 5 മണിക്ക് ലേലം വിളി തുടങ്ങും. അപ്പൊ നമ്മളിത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പൊ നേരെ മോൻമ ഹാർബറിലേക്ക് പോവാം. ഹായ്, അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ എൻ്റെ കൂട്ടുകാരനുണ്ട്, അവൻ മോൻമ ഹാർബർ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ അവൻ്റെ വണ്ടിയിലൂടെയാണ് പോണത്. അപ്പോൾ ആൾക്ക് ഇനിയിപ്പോൾ നാളെ മുതൽ അവിടെ നിന്ന് മീൻ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ആയിട്ടുണ്ട്. 2:30 പോയാലാണ് അവിടെ ഒരു 5 മണിയാകുമ്പോൾ എത്തുള്ളൂ. കാരണം ഞങ്ങൾ പതുക്കി പോകണം, ഒരു 30-40 രീതിയിലാണ് പോണത് ഓട്ടോറിക്ഷ. പിന്നെ പുലർച്ചെ ഇത്ര നേരത്തെ പോകാനുള്ള ഉറക്കത്തിൻ്റെ പ്രശ്നമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണെങ്കിൽ ലേലം വിളിക്കുന്നതും അവിടെ മീൻ ഓരോരുത്തർ എടുത്തു വെച്ചിട്ടുള്ളതും കടലിൽ നിന്ന് ഇറക്കുന്നതും ബോട്ടിൽ കൊണ്ടുവന്ന് ഇറക്കുന്നതും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം. ഹായ്, ഇതാണ് സാജു ഹായ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടൈമിന് തന്നെ ഇവിടെ എത്തി. ഞങ്ങൾ ഹാർബറിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഹാർബറിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിക്കാം. ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊറോണയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലേലം വിളിക്കുന്നവർക്ക് മാത്രം ഞാൻ പോകണില്ല. അവിടെ ഭയങ്കര തിക്കും തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞത് എളുപ്പമുള്ള കാര്യമല്ല. കൊറോണ ഇപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി, അതുപോലത്തെ ഒരു അവസ്ഥയാണ് അവിടെ. ആ വിളിക്കുന്ന സ്ഥലത്ത് മാത്രം കേട്ടോ. ബാക്കിയൊക്കെ പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് മീൻ വന്ന് കയറുന്ന സമയത്ത് ആർക്കും അങ്ങനെ കൊറോണ എന്നുള്ള ചിന്തയൊന്നും പെട്ടെന്ന് കയറി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പരമാവധി നമ്മളവിടെ പോയിട്ട് ചെയ്യുന്നില്ല. ബാക്കിയുള്ളതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ മീനൊക്കെ കാണാം. ഇന്നത്തെ മീൻ ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോട്ടിൽ നിന്ന് മീനുകൾ ഇറക്കണതാണ്. അവിടെ വെച്ചിട്ട് അവരവിടെ നിന്ന് ബോട്ടിൽ നിന്ന് ഇറക്കണതാണ്. ചെറിയ വെള്ളങ്ങളാണ്. വെള്ളങ്ങളും ബോട്ടുകളും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ ചെറുവെള്ളങ്ങളും വലിയ ബോട്ടുകളൊക്കെ കയറുന്നുണ്ട്, അടുക്കുന്നുണ്ട് ഇവിടെ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അഴീക്കോട് ഹാർബർ വരുന്നത്. അവിടെ എന്ന് പറയുമ്പോൾ ചെറുവെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ കൂടുതൽ അയിലും കത്തിച്ചാളിക്കാട് ഉണ്ടാവുക. ഇവിടെ ആവുമ്പോൾ ഒരുവിധം എല്ലാ മീനും ഉണ്ടാവും. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം വെച്ച് വന്നതിൽ ഇന്ന് പിന്നെയും മീൻ കുറവാട്ടോ. ഇതിനും കൂടുതൽ മീൻ ഉണ്ടാവാറുണ്ട് സാധാരണ. പക്ഷെ ഇന്ന് നമുക്ക് അത്ര അധികം കിട്ടിയില്ല. ഇപ്പം ഞാൻ ഈ എടുത്ത വീഡിയോ എടുത്തിട്ടുള്ള ഈ മീനുകളൊക്കെ ഓരോരുത്തർ വിളിച്ചു വെച്ചിട്ടുള്ളതും വയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതൊക്കെയാണ് ബാക്കിയുള്ള മീനുകൾ. പിന്നെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സെക്ഷൻ ഉണ്ട്. അത് ഇവിടുന്ന് ലേലം പിടിച്ച് കൊണ്ടുപോയിട്ട് അവരവിടെ നിന്ന് കച്ചവടം ചെയ്യണവരുണ്ട് ഹോൾസെയിലായിട്ട്. അത് നമുക്ക് ആവശ്യമുള്ള മീനുകൾ അവിടെ നിന്ന് 1 കിലോ 2 കിലോ ഇവിടെ ലേലം വിളിക്കുമ്പോൾ നമുക്കിപ്പോൾ അത് മൊത്തം എത്ര മീനാണോ അത് മൊത്തം ലേലം വിളിച്ചെടുക്കേണ്ടി വരും. അതേ സമയത്ത് തൊട്ടപ്പുറത്ത് ഇവിടുന്ന് ലേലം വിളിച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് ഹോൾസെയിലായിട്ട്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് 1 കിലോ 2 കിലോ 5 കിലോ 10 കിലോ ഒക്കെ മേടിക്കാം. 1 കിലോ ഒന്നും ആരും മേടിക്കില്ലേ നമ്മളെ പോലെ. കച്ചവടക്കാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
10 കിലോ 20 കിലോ അങ്ങനെയൊക്കെയായിട്ട് മേടിക്കാം. ഇപ്പം നേരം വെളുത്തിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. അതുപോലെ ഞാൻ വന്ന സമയത്ത് ലേലം വിളി തുടങ്ങുമെന്ന് പറഞ്ഞ കാരണം തിരക്ക് പിടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ എനിക്ക് ഫ്രണ്ട് വശത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ ഹാർബറിൽ എത്തിയതും ഹാർബറിൽ വന്ന് കയറുന്ന സിറ്റുവേഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പോകുമ്പോൾ ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് വശമൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കടലിൻ്റെ ഒരവസ്ഥ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ഇവിടുന്ന് നോക്കിയാൽ അങ്ങോട്ട് ക്യാമറയിൽ കാണുമെന്നറിയില്ല. ഇതാണ് ഞാൻ ഈ പറഞ്ഞ സ്ഥലം. അതായത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു സെക്ഷനാണിത്. ഇതവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ മീനുകൾ കൂട്ടിയിട്ടുണ്ടാവും. ഒരു ഇതല്ല ഇന്ന് ഹാർബറിൽ കയറിയിട്ടുള്ള എല്ലാ മീനുകളും ഇവിടെ കൂട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള മീനുകൾ 5 കിലോ 10 കിലോ കച്ചവടക്കാർക്കായിട്ട് തന്നെ എടുക്കാം. എനിക്ക് അവിടെ നിന്ന് ലേലം വിളിക്കാൻ പറ്റാത്തപ്പോൾ നമുക്ക് ഒരുപാട് മീനൊന്നും അവിടെ നിന്ന് ലേലം വിളിച്ചെടുത്ത് കൊണ്ടുപോയി വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചില ദിവസം അവിടെ നിന്ന് കുറച്ചൊക്കെ ലേലം കിട്ടുന്നത് അവിടെ നിന്ന് എടുക്കും. ബാക്കിയുള്ളൊക്കെ ഇവിടെ നിന്ന് എടുക്കുക ചെയ്യാറുള്ളത്. ഇത് നമ്മളവിടെ ഐസ് അടിക്കുന്നത് കേട്ടോ. അവർ നിന്ന് മീൻ തന്നെ അവിടെ നിന്ന് ഐസ് അടിച്ച് കയറ്റി വിടുന്നതാണ് ഓരോരുത്തർക്ക്. ഇപ്പം നമുക്ക് അവിടെ നിന്ന് ഐസ് അടിച്ച് തരും. ഒരു വണ്ടിയിൽ ഐസ് സ്റ്റോക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് എടുക്കേണ്ടി വരാറില്ല. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് വശം വരുന്നത്. എനിക്ക് രാത്രി ആ സമയത്ത് എനിക്ക് തിരക്കാരനെ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുറച്ച് കാഴ്ചകളോടെ ഉണ്ട്. അതോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ വന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് എൻ്റെ ഫ്രണ്ട് വശം. അപ്പോൾ ഇത് നമ്മൾ പോണ വഴിക്കുള്ള ഒരു പാലാണ്. ഈ പാലത്തിൽ നല്ലൊരു വ്യൂ. ഞാൻ ഇവിടെ നിന്നൊരു കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ആ പാലത്തിൽ നിന്ന് അങ്ങോട്ട് ഹാർബറിലേക്കുള്ള കാഴ്ചയാണ്. ഇതവിടെ ആ പാലത്തിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണ് ഇത്. ഒരു പള്ളിയുണ്ട് അവിടെ. നല്ല വ്യൂ ആണ് അവിടെ. ഒരു പ്രത്യേക രസം അതിൻ്റെ മുകളിൽ നിന്ന് നോക്കാൻ തന്നെ. നിങ്ങൾക്ക് ഇവിടെയുള്ള ബോട്ടുകളും പിന്നെ ഈ സൈഡിലുള്ള വ്യൂ ഒക്കെ കാണിച്ചു തരാം. ബോട്ടിൻ്റെ ഉൾവശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഹാർബറിൽ വെച്ചിട്ട് ബോട്ടിൽ കയറി എടുക്കൽ നടക്കണ കാര്യമല്ല. അപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതാണ് ബോട്ടിൻ്റെ ഉൾവശം എന്ന് പറയണത്. നല്ല രസമാണ്. 3 ബോട്ടുകളുള്ള സൈഡിൽ ശരിക്കും പാലത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ശരിക്കും ഇവിടെ നിന്ന് നോക്കിയാൽ സുഖമായിട്ട് കാണാം. അപ്പോൾ ഞാൻ പരമാവധി കാണുന്ന രീതിയിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ബസ് കിടക്കുന്ന ഒരു ഫീലാണ്. ഇവിടെ സൈഡിൽ ഇങ്ങനെ 2 സൈഡിലും ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടുണ്ടാവും. ഇവിടുന്ന് ഒരു 1-1.5-2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഏകദേശം ഈ മലമ്പുഴ ഹാർബറിലേക്ക്. ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് പാലം ഇറങ്ങി റൈറ്റാണ് തിരിയുക. ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ വൈപ്പിൻ ഹാർബറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടും എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.